നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. കാലങ്ങൾക്ക് മുൻപ് ഭൂമിയിലെ സമുദ്രങ്ങളിൽ അത്ഭുത രൂപമുള്ള ഒരു മത്സ്യം വിഹരിച്ചിരുന്നു. എലിയാന കാന്തസ് എന്ന ഈ മത്സ്യത്തെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ചില ഹോളിവുഡ് സയൻസ് ഫിക്ഷൻ സിനിമകളിലും മറ്റും കാണപ്പെടുന്ന ഏലിയൻസിനോട് സാദൃശ്യവും തോന്നും. അന്യഗ്രഹ ജീവികളുടെ ഇംഗ്ലീഷ് വാക്കായ ഏലിയനിൽ നിന്നുമാണ് എലിയാന കാന്തസ് എന്ന ഈ മീനിന് പേര് വന്നതും. 1957 പോളണ്ടിൽ വെച്ചായിരുന്നു ഈ മീനിന്റെ ഫോസിൽ ആദ്യമായി ഗവേഷകർ കുഴിച്ചെടുത്തത്. എന്നാൽ അന്ന് ഈ മീനിന്റെ വായുടെ ഭാഗത്തു നിന്നും ഒരു വടിവാളിന്റെ ആകൃതിയിൽ നീണ്ടു നിൽക്കുന്ന ഭാഗം എന്താണെന്ന് ഗവേഷകർക്ക് പിടികിട്ടിയിരുന്നില്ല. ഏകദേശം 375 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് സമുദ്രത്തിൽ യഥേഷ്ടം വിഹരിച്ചിരുന്ന ഒരു പുരാതന മത്സ്യം ഉണ്ടായിരുന്നു. കാഴ്ചയിൽ നാം ഇന്ന് കാണുന്ന മീനുകളിൽ നിന്നും അല്പം വ്യത്യസ്തമായിരുന്നു അതിന്റെ രൂപം. ആ രൂപഘടനയെ കുറിച്ചുള്ള പഠനത്തിലായിരുന്നു ഗവേഷകർ കഴിഞ്ഞ കുറച്ചു കാലങ്ങളിലായി. എലിയാന കാന്തസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ മത്സ്യത്തിന്റെ വായുടെ ഭാഗത്തു നിന്നും പുറത്തേക്ക് നീണ്ടു നിന്നിരുന്ന ഒരു ഭാഗമായിരുന്നു ഗവേഷകരെ വലച്ചിരുന്നത്. ഇപ്പോഴത്തെ റോയൽ സൊസൈറ്റി ഓപ്പൺ സയൻസ് എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ച ഗവേഷക റിപ്പോർട്ടിൽ പറയുന്നത് വടിവാൾ പോലെ നീണ്ട ഈ ഭാഗം മത്സ്യത്തിന്റെ കീഴ്ചുണ്ടാണെന്നാണ്. 1957 പോളണ്ടിൽ വെച്ചായിരുന്നു ഈ മീനിന്റെ ഫോസിൽ ആദ്യമായി ഗവേഷകർ കണ്ടെടുത്തതെങ്കിലും ഇപ്പോഴാണ് അതിന്റെ ഒരു വിശദീകരണം വന്നത്. എന്നാൽ അന്ന് ഈ മീനിന്റെ വായുടെ ഭാഗത്തു നിന്നും ഒരു വടിവാളിന്റെ ആകൃതിയിൽ നീണ്ടു നിൽക്കുന്ന ഭാഗം എന്താണെന്ന് ഗവേഷകർ തല പുകഞ്ഞാലോചിച്ചു. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇതേക്കുറിച്ചുള്ള പഠനം ഇന്നിപ്പോൾ സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ മീനിനെ കുറിച്ചുള്ള പുതിയ ഗവേഷണത്തിലാണ് ഗവേഷകർ. സംഗതി മറ്റൊന്നുമല്ല, എലിയാന കാന്തസ് എന്ന ഈ മത്സ്യത്തിന്റെ കീഴ്ചുണ്ടാണെന്ന് ഗവേഷകർ കണ്ടെത്തിയത് അന്യഗ്രഹ ജീവികളുടെ ഇംഗ്ലീഷ് വാക്കായ പ്ലാക്കോഡിയം എന്ന ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങളാണ് ഇവ. കവചമുള്ള മീനുകളെ പറയുന്ന പേരാണ് പാക്ലോഡം. ഇന്നത്തെ സ്വാഡ് ഫിഷുമായി ചെറിയൊരു രൂപസാദൃശ്യവും പുലർത്തിയിരിക്കുന്നതാണ് ഗവേഷകർ പറയുന്നത്. സ്വിറ്റ്സർലൻഡിലെ സുർച്ച് സർവകലാശാലയിലെ പാലിയോളജിസ്റ്റായ മെലീന ജോബിൻസിന്റെ നേതൃത്വത്തിലുള്ള ഗവേഷകർ സംഘമാണ് ഇപ്പോഴത്തെ കണ്ടെത്തലിന് പിന്നിലും. ഭൗമചരിത്രത്തിലെ ഡെവോണിയൻ എന്ന ഈ കാലയളവിലാണ് ഈ മത്സ്യം ജീവിച്ചിരുന്നത്. പോളണ്ടിൽ ഇതിന്റെ ഫോസിൽ ആദ്യമായി കണ്ടെത്തിയ ശേഷം പല ഫോസിലുകൾ മധ്യ പോളണ്ടിലും മൊറോക്കോയിലുമായി കണ്ടെത്തിയിരുന്നു. എന്തായാലും അന്യഗ്രഹ ജീവികളുമായി സാമ്യമുള്ള ഒരു മത്സ്യം കടലിനടിയിൽ സുരക്ഷിതമാണെന്നുള്ള വാർത്ത നമ്മെ ഏറെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്.